ഹായ്, എല്ലാവർക്കും നമസ്കാരം. അലൂട്ടൻസ് ഫ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലേ, നമ്മൾ കുറെ നാളായി ഇപ്പൊ വീഡിയോ ഇട്ടിട്ട് 1 മാസത്തിന് മേലായി. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ഇട്ട് വന്നേക്കാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു നമ്പർ പ്ലേറ്റ് എടുത്ത് കാറിന് പേര് വെച്ചിട്ടാ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്ന് ഇടാന്ന് വെച്ച് അപ്പൊ പറഞ്ഞ ആദ്യം കാണിച്ചു തരാം. ആദ്യമേ ഞങ്ങള് വണ്ടി എടുത്തപ്പോ ആദ്യം ഇയാൾക്കൊരു നമ്പർ പ്ലേറ്റ് എടുത്ത് കണ്ടോ, പേര് വെച്ചിട്ട് നമ്പർ പ്ലേറ്റ്. നമുക്ക് നാട്ടിലുള്ളവർക്ക് പേര് വെക്കാൻ പറ്റില്ല തോന്നുന്നു. ഇവിടെ നമുക്ക് ഇങ്ങനെ പേര് പേര് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. മഹിമ എന്നുള്ള പേര് പോയി. ഇപ്പൊ MH ഇത് 1 ആണ്. അപ്പൊ അങ്ങനത്തെ പേരായിപ്പോ കിട്ടിയത്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ അതും കിട്ടിയല്ല, അതും പലരും എടുത്തിട്ട് പോകും. അപ്പൊ അത് കാരണം ഞങ്ങൾ എനിക്കപ്പൊ എന്റെ പേര് വെച്ച നമ്പർ പ്ലേറ്റ് കിട്ടി. അപ്പൊ ഇത് നമ്മൾ എടുക്കണം എന്ന് വിചാരിച്ചൊന്നും അല്ല, ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി നോക്കിയപ്പോ അവൈലബിൾ ആണ്. എന്നാ പിന്നെ എടുത്തേക്കാം എന്ന് പിള്ളേർക്ക് അപ്പൊ ഇഷ്ടപ്പെട്ടു വന്ന് എടുക്കാന്ന് പറഞ്ഞു. പപ്പ എടുക്കുന്നു. 2 നമ്പർ എടുത്ത്. അപ്പൊ പിന്നെ അതിലുള്ള കാര്യം എന്ന് പറഞ്ഞാല് അതാരെങ്കിലും ഓർഡർ ചെയ്യണേ ശ്രദ്ധിക്കണം. വണ്ടിയുടെ ഫ്രണ്ട് സൈസ് ഒക്കെ ആയിരിക്കും വെക്കാൻ പറ്റും. ബാക്ക് സൈസ് കറക്റ്റ് ആയില്ലേ. അപ്പൊ ഞങ്ങൾക്ക് $179 കയ്യിൽ നിന്ന് പോയി. അതിന്റെ കാര്യം പറഞ്ഞു കൊടുക്കാം. ആദ്യമേ ഓർഡർ ചെയ്തത് ഇതാണ്. അപ്പൊ ഈ നമ്പർ പ്ലേറ്റ് അതിന്റെ വണ്ടി ഇപ്പൊ ഫോക്സ് വാഗൺ ആണ്. അപ്പൊ അതിന്റെ ഫ്രണ്ടിലിരിക്കും, ബാക്കിലിരിക്കൂല. സൈസ് ചെറുതാണ്. അപ്പൊ അതിപ്പോ റീ ഓർഡർ ചെയ്യേണ്ടി വന്നു. അത് നമുക്ക് അവര് റീപ്ലേസ് ചെയ്തൊന്നും തരുമൊന്നുമില്ല. അത് കാരണം സൈസ് ചെറുതാക്കി. അപ്പൊ അത് ചെക്ക് ചെയ്തിട്ട് വേണം സൈസ് അല്ലേ ഓർഡർ ചെയ്യാൻ. അതായത് ഇത് നമ്മൾ ചെയ്യണ എവിടെയാന്ന് വെച്ചാൽ ഇപ്പൊ അറിയില്ലാത്തവർക്ക് വേണ്ടി കേട്ടോ. ഇപ്പൊ ഒത്തിരി പേര് ഇങ്ങനെ നമ്പർ പേഴ്സണലൈസ്ഡ് വെക്കുന്നവരുണ്ട്. ഇത് നമുക്ക് NSETL പോയിട്ട് ചെയ്യാം, നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. നമുക്ക് പേഴ്സണലൈസ്ഡ് നമ്പർ പ്ലേറ്റിന് ഞങ്ങൾ ചെയ്തത് കിവി പ്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കൂടെയാണ്. അപ്പൊ കിവി പ്ലേറ്റ്സിൽ ചെന്നിട്ട് നമ്മള് നമ്മുടെ പേരോ ഏതാണോ നമുക്ക് വേണ്ടത് അത് അടിച്ചു കൊടുക്കുമ്പോൾ അവൈലബിൾ ആണെങ്കിൽ അവർ അവൈലബിൾ എന്ന് പറഞ്ഞു വരും. നമ്മൾ അതിന് പേ ചെയ്യുന്നു. നമുക്കത് ഒത്തിരി പേരുടെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു 7 to 15 വർക്കിംഗ് ഡേയ്സ് നമുക്ക് സാധനം വീട്ടിൽ വരും. അത് കഴിഞ്ഞിട്ട് നമ്മളത് NSETL കൊണ്ടുപോയി സറണ്ടർ ചെയ്യണം. ഇത് നമ്മൾ ഫിറ്റ് ചെയ്യണം. അപ്പം അതാണ് അതിന്റെ അവിടെ കൊണ്ട് കാണിച്ച് ഇത് ഫിറ്റ് ചെയ്തിട്ട് പഴയ നമ്പർ അവർക്ക് കൊടുക്കണം. അത് വണ്ടി കാണണം. നമുക്ക് പഴയ നമ്പർ വെച്ചിട്ട് അവർ വണ്ടി വന്ന് നോക്കും, എന്നിട്ടാണ് എടുക്കണേ. മനസ്സിലായോ? അപ്പൊ ഇതിപ്പോ എനിക്ക് ഇത് വെക്കാൻ പറ്റത്തില്ല. ഇത് മാറ്റി ഇത് വെക്കണം. ഇതേ എന്റെ ഇതിൽ ഫിറ്റ് ആവുള്ളൂ. അപ്പൊ ജോയലിന്റെത് ജോയലിന് അപ്ലൈ ചെയ്തു. അതെ, ജോയലിനും മേടിച്ചു. അപ്പൊ ജോയലിന്റെത് ഇങ്ങനെ എന്റേതും വ്യത്യാസമുണ്ട് പേരിന്. JOYAL. പെട്ടെന്ന് മനസ്സിലാവൂല്ലേ. ഇത് ഓയല്ല, ഇത് 0 ആണ്. അങ്ങനെയാണ് കിട്ടിയത്. 1 മാസം മുമ്പ് നമ്മൾ നോക്കുമ്പോ ഉണ്ടായിരുന്നു. പെട്ടെന്ന് പോയി. പിന്നെ അവൈലബിൾ കാണിച്ചില്ല. ഇത് എന്റെ വണ്ടിക്ക് ഈ സൈസ് കറക്റ്റ് ആണ്, കുഴപ്പമില്ല. അത് ഇതിനേലും വലുത് വേണേലും വെക്കാൻ തോന്നുന്നുണ്ട്. ഇത് കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, അപ്പൊ ഇന്നത്തെ വിശേഷം ഇതാണ്. നമ്മൾ ഇതിനി കാർ ഗാരേജിൽ കൊണ്ടുപോകണം. അവരത് നമുക്കത് പഴയ പ്ലേറ്റ് മാറ്റി പുതിയത് വെക്കണം. അത് കഴിഞ്ഞിട്ട് NSETL കൊണ്ടുപോയി സറണ്ടർ ചെയ്യണം. 3 മണിക്ക് പിള്ളേരെ വിളിച്ചിട്ട് 3:30 അങ്ങോട്ട് പോകണം. അപ്പൊ ഇന്ന് അതാണ് വീഡിയോ. അപ്പൊ ഞങ്ങൾ വീഡിയോ ഇടാനുള്ള കാരണം, നമ്മൾ 1-2 ഫ്രണ്ട്സിനോട് ഇങ്ങനെ പറഞ്ഞപ്പോ അവര് അങ്ങനെ ചെയ്യാവോ, ഇങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് ഞങ്ങൾ ചിന്തിച്ചത് പലർക്കും. ഇപ്പൊ ഞങ്ങൾക്കും അറിയില്ലായിരുന്നു നേരത്തെ. അപ്പൊ ആർക്കെങ്കിലും ഇതുപോലെ ഒരു ആഗ്രഹം ഉണ്ട്, ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് ചെയ്യാമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാക്കിയത് കേട്ടോ. ചെറിയൊരു സിമ്പിൾ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ബാക്കി കാര്യം കാണാം. ഇതിനിപ്പോ ഗാരേജിൽ പോകണ്ട, എന്റേത് കറക്റ്റ് സൈസാണ്.
ഇത്തിരി അങ്ങോട്ട് ചേർത്തിടാൻ പറഞ്ഞപ്പോൾ ഒരാൾ കൊണ്ട് ഇട്ടേക്കണുണ്ട്, പറ്റ കൊണ്ട് ഇട്ടേക്ക്. ഇത്തിരി ഇത്രയും ചേർക്കണ്ട. മറ്റേതിന് ഇതുണ്ടായിരുന്നെങ്കിൽ ഹോളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഗ്യാരേജിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അവന്മാർ കറക്റ്റ് എടുത്തു, നമ്മളിട്ട് തുടങ്ങി. എനിക്കറിയില്ല, ഞാൻ വല്ലാത്ത പണി. ഇനി നീ എവിടെ പോയാലും എനിക്കറിയാൻ പറ്റും, അതിനാണ് ഇത് മേടിച്ചത്. ഞാനെവിടെ പോയാലും തിരക്കും അറിയാൻ പറ്റുമല്ലേ, മനസ്സിലായ? അപ്പേ നമ്മുടെ ഒരു ധൈര്യം എന്നൊക്കെ പറഞ്ഞ ഇവരൊക്കെ അല്ലേ. അപ്പൊ പിന്നെ ഇതൊക്കെ പറഞ്ഞ ഇടയ്ക്ക് മേടിച്ചു കൊടുത്താലും കഷ്ടമൊന്നും ഇല്ല അല്ലേ. നമ്മുടെ വിജയത്തിന്റെ പിന്നെ താക്കോല്. Alright. ഓ, നല്ല തണുപ്പാണ് പുറത്ത്, എൻ്റെ കൈ വിറയ്ക്കുന്നു. ഗുഡ്. അപ്പം ഈ നമ്പർ പ്ലേറ്റ് എടുത്ത് വണ്ടിയിലകത്ത് അവിടെ പോകുമ്പോ അല്ലെങ്കിൽ പിന്നെ ഇത് കാണണ്ടായ ഇതിന് വേറെ പൈസ കൊടുക്കണം. ഓക്കെ, ഇത് അവിടെ കൊണ്ട് കാണിക്കണ്ടേ? അതെ, വണ്ടി എടുത്തേക്കാം എന്തായാലും. മറ്റേ വണ്ടിയുടെ നമ്മൾ ശരിയാക്കി, ഇനിയിപ്പം ഇത് നമ്മൾ ശരിയാക്കാൻ പോവാട്ടോ, ഗാരേജിലേക്ക് പോവാണ്. ഈ നമ്പർ നമ്മളിനി മാറ്റി വെക്കും. ഇതാണ് ഇപ്പോഴത്തെ നമ്പർ. അപ്പം നമ്മുടെ എല്ലാം ഓൾ സെറ്റായിട്ടാ. നമ്പരൊക്കെ എടുത്തിട്ട് ആൾ ആദ്യമായിട്ടാണ് കേട്ടോ വർക്കിന് പോണത്. ഫസ്റ്റ് വണ്ടി എടുക്കുക. ഭയങ്കര ഹാപ്പിയാണ് ആള്.